ക്രിസ്ത്യൻ മിഷണറിമാരുടെയും സഭാ വൈദികരുടെയും വാഹനങ്ങളിൽ മതപരമായ സ്റ്റിക്കറുകളും ലോഗോകളും പതിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നാഗാലാൻഡ് സർക്കാർ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംസ്ഥാന ഗതാഗത വകുപ്പിന്റെ പുതിയ നിർദ്ദേശം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നാഗാലാൻഡ് ജോയിന്റ് ക്രിസ്ത്യൻ ഫോറം സർക്കാരിന് നിവേദനം നൽകി. കഴിഞ്ഞ മാസം അവസാനമാണ് പൊതു സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് ലോഗോകൾ, മതപരമായ ചിഹ്നങ്ങൾ, മുദ്രാവാക്യങ്ങൾ എന്നിവ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് ഉത്തരവിട്ടത്. 45 ദിവസത്തിനുള്ളിൽ ഇവ നീക്കം ചെയ്തില്ലെങ്കിൽ കർശനമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഇതിനെതിരെ മെയ് 18-നാണ് ക്രിസ്ത്യൻ സംഘടനകൾ ഔദ്യോഗികമായി രംഗത്തെത്തിയത്. പള്ളികളുടെ പേരുകളും ചിഹ്നങ്ങളും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക പദവിക്ക് വേണ്ടിയല്ല എന്നും മറിച്ച് അടിയന്തര പാസ്റ്ററൽ സന്ദർശനങ്ങൾ, മൃതസംസ്കാര ചടങ്ങുകൾ, രാത്രികാല യാത്രകൾ എന്നിവയിൽ വാഹനം തിരിച്ചറിയാൻ ഇത് അത്യന്താപേക്ഷിതമാണെന്ന് സഭാ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള നാഗാലാൻഡിന്റെ സംസ്കാരവും മതപരവുമായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഈ ചിഹ്നങ്ങളെന്ന് സംഘടനകൾ പറയുന്നു. ഇന്ത്യയിലുടനീളം വിവിധ മതവിഭാഗങ്ങൾ വാഹനങ്ങളിൽ ഇത്തരം അടയാളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നാഗാലാൻഡിൽ മാത്രം ദേശീയ നിയമങ്ങൾ എന്ന പേരിൽ ഇത് കർശനമാക്കുന്നത് എന്തിനാണെന്ന് ഫോറം ജോയിന്റ് സെക്രട്ടറി ഫാദർ ജോർജ് റീനോ ചോദിച്ചു. സർക്കാർ തീരുമാനം മതസ്വാതന്ത്ര്യത്തിനുള്ള ഭരണഘടനാപരമായ അവകാശത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് നാഗാലാൻഡ് ബാപ്റ്റിസ്റ്റ് ചർച്ച് കൗൺസിൽ ജനറൽ സെക്രട്ടറി റവറൻഡ് സൽഹോ കീഹോ ആരോപിച്ചു. നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയും ചേർന്ന് സഖ്യകക്ഷിയായാണ് നിലവിൽ നാഗാലാൻഡ് ഭരിക്കുന്നത്. ഭൂരിഭാഗം വിശ്വാസികളെ ബാധിക്കുന്ന ഈ ഉത്തരവ് സംസ്ഥാനത്തെ മതപരമായ ഐക്യത്തിന് തടസ്സമാകുമെന്ന് വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചു. സഭകളുടെ സേവന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങളിലെ അടയാളങ്ങൾ ആരെയും വേദനിപ്പിക്കാനോ ദോഷകരമായി ബാധിക്കാനോ ഉള്ളതല്ല എന്നും സംഘടനകൾ വ്യക്തമാക്കി.